ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വിഷുവൊക്കെ ആയിട്ട് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉണ്ണിയപ്പം കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ റെസിപ്പി സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പമാണ്. അരി അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കുറേ ഉണ്ടാക്കിയതുകൊണ്ട് ക്വാണ്ടിറ്റി എല്ലാം കൂടുതലാണ്. 2 കപ്പൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ എല്ലാം അതിൻ്റെ ഹാഫ് എടുത്താൽ മതി. 2 കപ്പ് എന്നുള്ളത് 1 കപ്പ്, 1 കപ്പ് എന്നുള്ളത് 1/2 കപ്പ്, 1 ടീസ്പൂൺ എന്നുള്ളത് 1/2 ടീസ്പൂൺ, അങ്ങനെ കേട്ടോ. അപ്പോൾ അരിപ്പൊടി 2 കപ്പ്, മൈദ 1 കപ്പ്, ഗോതമ്പ് പൊടി 1 കപ്പ്, 4 ടേബിൾ സ്പൂൺ റവ വറുക്കാത്ത റവയാണ്, വറുത്ത റവ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി 1 കിലോ ശർക്കര ഉരുക്കുക. ഈ 1 കിലോ ശർക്കര ഉരുക്കിയത്, ആ ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് നല്ല ചൂടോടുകൂടി തന്നെ അരിച്ചൊഴിച്ച് കൊടുക്കുക. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഈ ചൂടുള്ള ശർക്കരപ്പാനി എത്തണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗത്തി പിന്നെ വീണ്ടും നമുക്ക് ആഡ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ലാസ്റ്റ് ആകുമ്പോൾ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം, അത് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആ വെള്ളവും നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം നല്ല പാകത്തിൽ മിക്സാക്കി എടുത്ത് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായി കിട്ടുമ്പോൾ അത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളെപ്പോഴും ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ളത് ചെയ്യുമ്പോൾ അതിലേക്ക് ബാലൻസ് ചെയ്യാൻ കുറച്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവാകുമ്പോൾ നമ്മളത് മാറ്റി വയ്ക്കുക. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഏലക്കായുടെ കുരു മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിക്കുക. എന്നിട്ട് അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിലെ അതിലേക്ക് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 പഴം എടുത്തിട്ടുണ്ട്. അത് ഏത് പഴമായാലും കുഴപ്പമില്ല, നേന്ത്രപ്പഴം പറ്റില്ല, ചെറുപഴം ഏതായാലും കുഴപ്പമില്ല. അത് 3 എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇപ്പോൾ നമ്മൾ ഈ ഇട്ട് കൊടുത്തിട്ടുള്ള റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് അതിലേക്ക് നമ്മൾ ഏലക്കായും ഷുഗറും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുത്തു, പഴം അടിച്ചത് ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടെ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതിന് മുന്നായിട്ട്, അതായത് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ചൂടായി വരുന്നതിൻ്റെ ആ ഒരു സമയത്ത് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. കറുത്ത എള്ള് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എണ്ണയിലോട്ട് കോരി ഒഴിക്കുക. ഒരേ കൺസിസ്റ്റൻസിയിൽ ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലേ നല്ല ഷേപ്പിലൊക്കെ കിട്ടുള്ളൂ. എനിക്ക് കുറച്ച് ഷേപ്പൊക്കെ പോയിട്ടുണ്ട്, എന്നാലും സെറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കുക. ഇതിപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലായ കാരണം ടൈം എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.